ഇപ്പോൾ നമ്മളെല്ലാവരും പണം കൈമാറുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേയും പലതരത്തിലുള്ള ആപ്പുകളും വഴിയാണ് അല്ലേ? എന്നാൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ നിയമപ്രകാരം ദീർഘകാലമായി റീചാർജ് ചെയ്യാതെ വെച്ചിരുന്ന മൊബൈൽ നമ്പറുകളിൽ നിന്നും നിങ്ങൾക്കിനി ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല. അതായത് UPIയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ദീർഘകാലമായിട്ട് പലതരത്തിലുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ ഇനി അതായത് ഏപ്രിൽ 1 മുതൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുകയില്ല. അടുത്തതായിട്ടുള്ള അറിയിപ്പ്, വനിതകൾക്കും പെൺകുട്ടികൾക്കും ഉയർന്ന പലിശ കിട്ടുന്ന ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതിയിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം മാർച്ച് 31. ഇതിൽ കുറഞ്ഞ നിക്ഷേപം 1000 രൂപയും മാക്സിമം നിക്ഷേപം 2 ലക്ഷം രൂപയും വരെയാണ്. ഈ ഒരു ഡിപ്പോസിറ്റ്